السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും സമാധാനം നഷ്ടപ്പെട്ടവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. ഖൽബ് വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലവിധ വിഷമങ്ങളാലും പ്രയാസപ്പെടുന്നവരുണ്ട്. നഷ്ടപ്പെട്ടുപോയ സമാധാനം നമുക്ക് തിരിച്ചു ലഭിക്കാൻ, അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് സമാധാനം നിലനിൽക്കാൻ വേണ്ടി, ഇനി സമാധാനം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതം താളം തെറ്റാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ മജ്ലിസുകളിൽ പറയുന്ന ദിക്റുകളുണ്ട്. വളരെ മഹത്വമേറിയ ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളും ചൊല്ലി വന്നിരുന്ന ദിക്റുകളുണ്ട്. നമ്മൾ എല്ലാ സമയത്തും പറയപ്പെടുന്ന ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റ് തന്നെയാണ്. പക്ഷേ പല ആളുകൾക്കും അതിൻ്റെ ഫലം ലഭിക്കാത്തതിൻ്റെ കാരണം, നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ ബലാഅകളും എല്ലാ ആഫത്തുകളും തട്ടിമാറ്റുന്നത് നമ്മുടെ ദുആ കൊണ്ടാണ്. നമ്മുടെ ദുആക്ക് ഒരിക്കലെങ്ങാനും ഇജാബത്ത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു, അള്ളാഹു നമ്മെ ഏറ്റെടുത്തു. എന്നാൽ പലപ്പോഴും നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ദിക്റുകൾക്ക് ഫലം ലഭിക്കാതിരിക്കാനുമുള്ള കാരണം, നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് പരിഹരിച്ചു കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനകളാണ് 5 വക്ത് നിസ്കാരം എന്നത്. ഇതിൽ ഇശാ നിസ്കാരത്തെ നമ്മൾ നിലനിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം നിലനിൽക്കുമെന്ന്. ഇശാ നിസ്കാരത്തിനെ ഉപേക്ഷിക്കുന്നവന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം നമ്മുടെ ഉളൂ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മഗ്രിബ് നിസ്കാരത്തിന്റെയും ഇശാ നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയത്തിന് വല്ലാത്ത ഫളീലത്തുകളാണ്. ആ സമയത്ത് നമ്മുടെ ഉളൂ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ആ ഉളൂഓടുകൂടി, അതല്ലെങ്കിൽ പുതുക്കിയ ഒരു ഉളൂഓടുകൂടി നല്ല ഇഖ്ലാസോടെ അള്ളാഹുവിലേക്ക് ഇശാ നമ്മൾ നിസ്കരിക്കുക. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ പതിവാക്കി ഇശാ നിസ്കരിക്കുന്നവന്റെ സമാധാനം അള്ളാഹു നിലനിർത്തുമെന്ന്. അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇശാ നിസ്കാരത്തിനെ നമ്മൾ ദായിമാക്കുക എന്ന. ഇശാ നിസ്കാരം നമ്മൾ ദായിമാക്കി കഴിഞ്ഞാൽ ആ ഇശാഇന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ആ നിസ്കാരത്തിനെ അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്നു. ഫർള് നിസ്കാരങ്ങളെക്കാളും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഫർളായത് നമ്മുടെ കടമയാണ്, നമുക്ക് വാജിബായ കാര്യമാണ്, അത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ. എന്നാൽ സുന്നത്ത് നമുക്ക് നിസ്കരിക്കാം, നിസ്കരിക്കാതിരിക്കാം. അത് നിസ്കരിക്കുന്നവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനും അത് നിസ്കരിക്കാത്തവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തവനുമാണ്. അതുകൊണ്ട് സുന്നത്ത് കൂടി നമ്മൾ നിസ്കരിച്ചിട്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഞാൻ എപ്പോഴും മജ്ലിസിൽ പറയുന്ന ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നമുക്ക് സമാധാനം നിലനിൽക്കാനും നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു ലഭിക്കാനും മുമ്പ് കാലങ്ങളിൽ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചവരുണ്ടായിരുന്നു. ഇന്ന് സമാധാനമില്ലാതെ ഖൽബ് വേദനിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. സാമ്പത്തികമായി നല്ല പുരോഗതിയിൽ ജീവിച്ചിരുന്ന പലരും ഇന്ന് സാമ്പത്തികമായ വല്ലാത്ത വിഷമത്തിലാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മഹദി ചൊല്ലി വന്ന ഒരു ദിക്റായിരുന്നു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നമുക്കറിയാമല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് തന്നെ ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളും ചൊല്ലി വന്നിരുന്ന ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. പരിശുദ്ധമായ ഖുർആനിൽ വളരെ നല്ല ഒരു സ്ഥാനം പിടിച്ച സൂറത്ത്, ഒരു ആയത്ത് കൂടിയാണ് ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ദായിമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, ആദ്യമായി നമ്മൾ നല്ല ഇഖ്ലാസോടെ ഇശാ നിസ്കരിക്കുക. അതിന്റെ ശേഷം സുന്നത്തുകൂടെ നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന ദിക്റിനെ നമ്മൾ പതിവാക്കുക.
ഇത് എത്ര തവണ ചൊല്ലണം, എത്ര ദിവസം നമ്മൾ ചൊല്ലണമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റിന് പ്രത്യേക അദദുകളില്ല. പക്ഷേ എന്നാൽ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, നമ്മുടെ ഒരു ബലാ തട്ടിമാറാൻ വേണ്ടി, നമുക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദിക്റാണെങ്കിൽ അത് ചൊല്ലേണ്ട അദദ് 450 തവണയാണ്. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം നിലനിൽക്കാനോ മറ്റു വല്ല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ദായിമാക്കുകയാണെങ്കിൽ, നമ്മളങ്ങനെ ജീവിതത്തിൽ ദായിമാക്കി കൊണ്ടുപോകുമ്പോൾ അതിന് പ്രത്യേക അദദുകളില്ല. പക്ഷെ നമ്മൾ ചൊല്ലുന്നതിൻ്റെ അദദനുസരിച്ച്, നമ്മൾ ചൊല്ലുന്നതിൻ്റെ എണ്ണമനുസരിച്ച് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതം വഴിമുട്ടിയ സാഹചര്യങ്ങളിൽ ആത്മഹത്യക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകൾ പലരും ഈ ദിക്ർ ചൊല്ലിയിട്ട് അതിൽ നിന്ന് മോചനം ലഭിച്ചിട്ടുണ്ട്. അത്രയും ഭീകരമായ വിഷമഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിച്ചിട്ടുണ്ട്. തകർന്നുപോയ കൽബുകൾക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ട്. തളർന്നുപോയവർക്ക് അള്ളാഹുവിൻ്റെ തണല് ലഭിക്കാൻ കാരണമായിട്ടുണ്ട് പരിശുദ്ധമായ ഈ ദിക്ർ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ നമ്മളിലേക്ക് അടുക്കാൻ ഇത് കാരണമാകും. കാരണം നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ സമർപ്പിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. മറ്റു വ്യക്തികളുടെ മുന്നിൽ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കേൾക്കുന്ന സമയത്ത് ഒരിക്കലും അവർ നമ്മെ അംഗീകരിക്കുകയില്ല എന്നതാണ്. അവർ ഒരിക്കലും നമുക്ക് വില കൽപ്പിക്കുകയില്ല എന്നതാണ്. നമ്മൾ എവിടെ ഒറ്റപ്പെടുന്നോ, നമ്മളെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയോ, നമ്മുടെ കൽബ് വേദനിക്കുന്നുണ്ടോ, ചൊല്ലിക്കോ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. പ്രത്യേക അദദുകളൊന്നുമില്ല. ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. എത്ര ദിവസം നമ്മൾ പതിവാക്കണം? അതിൻ്റെ ഉത്തരം ഈ സംസാരത്തിൽ തന്നെയുണ്ട്. നമുക്ക് എത്ര ദിവസം, എത്ര കാലത്തോളം, എത്ര കൊല്ലത്തോളം നമുക്ക് സമാധാനം ലഭിക്കണോ അത്രയും നമ്മൾ പതിവാക്കുക. നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, സമാധാനം നമുക്ക് തിരിച്ചു ലഭിക്കാൻ വേണ്ടി ഈ ദിക്റിനെ നമ്മൾ ദായിമാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇശാ നിസ്കാരം ഒരു കാരണവശാലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ദിക്ർ ചൊല്ലിയിട്ടും കാര്യമില്ല. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, ദുആയാണ് ഇശാ നിസ്കാരം. അതുപോലെ തന്നെ 5 വക്ത് നിസ്കാരം. ഓരോ നിസ്കാരങ്ങൾക്ക് ഓരോ മഹത്വങ്ങളുണ്ട്. വരും മജ്ലിസുകളിൽ ഇൻഷാ അള്ളാഹ് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കടങ്ങളെ അള്ളാഹു വീട്ടി തരട്ടെ. കുടുംബത്തിൽ അള്ളാഹു സമാധാനം നിലനിർത്തി തരട്ടെ. അനുഭവിക്കുന്ന എല്ലാ വിഷമഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിഫ്ള് നൽകട്ടെ. അക്രമ സ്വഭാവമുള്ള, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കളുണ്ട്. അതുപോലെ തന്നെ കല്യാണം ശരിയാകാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.